ട്രെയിലറിലോ മറ്റ് ഒരു അപ്ഡേഷനിലോ നീ ഇത് തിയേറ്ററിൽ വന്ന് കാണണ്ട എന്നൊരു ഫീല് തരാത്തൊരു സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി എന്നുള്ളത് ഈ സംവിധായകൻ ഇതിനു മുമ്പ് ചെയ്ത 2 സിനിമകളാണ്. അടികപ്പ്യാരെ കൂട്ടിമണിയും ഉറിയടിയും. രണ്ടും നല്ല വൃത്തിയുള്ള കോമഡികളായിരുന്നു. പക്ഷേ അത് ഒരു ഫീൽ വെച്ച് ഈ പടത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയായിപ്പോയി. ഒരു സിനിമയിൽ സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി വരിക എന്നുള്ളത് ആൾക്കാർ പ്രതീക്ഷിക്കാതെ ചിരി ഉള്ളിൽ നിന്ന് വരേണ്ട സാധനമാണ്. അല്ലാണ്ട് ഇതൊരു സിറ്റുവേഷനാണ്, ഇവിടെ കോമഡി വേണം എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു കോമഡി ആവില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ റിയാലിറ്റി ഷോയും എല്ലാ കോമഡി തരംഗങ്ങളും നിൽക്കുമ്പോൾ പുതിയ പുതിയ ഏതെങ്കിലും കോമഡി കൊണ്ട് ഇറക്കിയാലേ പ്രേക്ഷകന് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാണ്ട് പഴയ ഇതുവരെ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടു കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിണക്കി ഒരു സിനിമ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു കോമഡി സിനിമ ആവില്ല. കഥയിലേക്ക് വന്നാൽ ഒരു കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് മേട്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ബേസ് ചെയ്ത് ഒരു സിമ്പിൾ ലോജിക്കിലേക്ക് പടം പോകുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മറിയം വന്ന് വിളക്കൂതി എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ തീം വെച്ചാണ് അവർ ആ സിനിമ ചെയ്തത്. പക്ഷെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ അതുപോലെ ചെയ്തു വെക്കാനുള്ള കണ്ടൻറ്റ് ഉണ്ടായിട്ടും എവിടെയൊക്കെയോ നമുക്ക് ഈ സിനിമ കണ്ടിട്ട് ഒരു മെസ്സേജ് വേണം എന്നുള്ളൊരു സാധനം അങ്ങനെയൊക്കെ കുറേയൊക്കെ കുത്തി എവിടെയോ തുറച്ച് കുറേ പുതിയ മുഖങ്ങളാണ് ആക്ടേഴ്സ്. അവർ അത്യാവശ്യം തിരക്കില്ലാതെ ചെയ്തു. പക്ഷേ പഴയ താരങ്ങളെ എന്തിനാണ് ഇതിൽ കൊണ്ട് ഇട്ടത്, കോമഡിക്ക് വേണ്ടിയാണോ എങ്കിൽ ഒട്ടും അക്സെപ്റ്റഡ് ആയിരുന്നില്ല അവരുടെ കോമഡി. ഇപ്പോൾ ബൈജുവിൻ്റെ ആണെങ്കിലും അശോകൻ്റെ ആണെങ്കിലും ഒട്ടും കോമഡി ഇഷ്ടപ്പെട്ടില്ല. അശോകൻ തോന്നി നല്ല വെറുപ്പീരായിട്ട് എനിക്ക് തോന്നി. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പുതുമുഖ നടന്മാർ അവർക്ക് ചെയ്യാവുന്ന പരിധിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിന് എത്രത്തോളം, അതായത് ഒരു ഏജ് ലിമിറ്റഡ് കൊണ്ടും അവർക്ക് ഇച്ചിരി കൂടുതലാണ് എന്ന് തോന്നിക്കുന്നതുകൊണ്ടും ആ ഒരു ഫീൽ നമുക്ക് ചെയ്യും. പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ, അദ്ദേഹത്തിന് നിന്ന് കിട്ടിയ ഒരു ക്യാരക്ടർ അത് നല്ല ക്യാരക്ടറാണ്. അതിപ്പോൾ നമുക്ക് ഓഹി അളിയനായിട്ട് നമ്മൾ സലിം കുമാറിനെ ആ കഥാപാത്രം ചെയ്ത കാര്യങ്ങൾ കാണിക്കാതെ പുള്ളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് ആ ഫോട്ടോ കാണിച്ചിട്ടും നമുക്ക് കിട്ടിയ ഫ്രെയിം ഉണ്ടല്ലോ ഉള്ളിൽ, ആ ഒരു സാധനം ഇവിടെ ശ്രീകാന്ത് വെട്ടിയാറിൽ നമുക്ക് കിട്ടി. പക്ഷേ പുള്ളി പൂർണ്ണമായിട്ടും നമുക്ക് ചിരിപ്പിക്കാനുള്ള ഇതൊന്നും തന്നില്ലെങ്കിലും പക്ഷേ പുള്ളി കൊള്ളായിരുന്നു. ഷൈൻ ടോം ചാക്കോ പടത്തിലെ പ്രധാന നായകനും വില്ലനും എല്ലാം പുള്ളി തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ എന്താ പറയുക, പുള്ളി ഈ ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് കാണിക്കുന്ന എന്തോ അത് തന്നെയാണ് തിയേറ്റർ സിനിമയിൽ കാണിച്ചു എന്നെനിക്ക് തോന്നി. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ഒന്നും ചെയ്യാനില്ല, പെർഫോമൻസ് ചെയ്യാനൊന്നുമില്ല. എന്നാലും അത് തന്നെയാണെന്ന് തോന്നുന്നത്. ക്ലൈമാക്സും ഒക്കെ ചുമ്മാ വാരത്തിന് 1-2 കോമഡി സീനുകൾ എവിടെയൊക്കെയോ തോന്നി എന്നതല്ലാണ്ട് ഒരു മുഴുനീള കോമഡി സിനിമയായിട്ടോ അല്ലെങ്കിൽ കോമഡി ആയിട്ടോ എനിക്ക് തോന്നില്ല. തിയേറ്ററിൽ ആളില്ലായിരുന്നുകൊണ്ട് 5 പേര് വന്നതിന് ശേഷമാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇനിയുള്ള ഷോകളിൽ അതുപോലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പുതിയ സിനിമകളായിട്ട് സംവിധായകൻ ഇനിയും വരട്ടെ, നല്ല നല്ല കോമഡി സിനിമകൾ വരട്ടെ. നല്ല നല്ല കോമഡികൾ കാണാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഫാമിലീസ് ഇടിച്ച് കയറാനുള്ള ഇതുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ വെറുപ്പിലാകാതെ, ഇപ്പോൾ ഈ അശോകൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ജാരനാണോ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം, ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് സിനിമ തുടങ്ങിയ കാലം തൊട്ട് കേട്ട് തുടങ്ങുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ മാറേണ്ട സമയമായിരിക്കും. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു കോമഡി പോലും പടത്തിലില്ല.